ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോജി ജോർജ്. ഞാനിത് കണ്ണൂർ ജില്ലയിലെ കതിരൂർ, തലശ്ശേരിക്ക് അടുത്തുള്ള കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന അനിത ചേച്ചി എന്ന് പറയുന്നവരുടെ വീട്ടിൽ ഒരു തേനീച്ച കൂട് കൂട്ടി അതൊന്നും മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്നതാണ് കതിരൂർ. അപ്പം അവരുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ ഒരു ബാത്റൂമായിട്ട് പണിയുന്നതിൻ്റെ പണിതുകൊണ്ടിരിക്കുന്ന റൂമിൽ ഇത് കൂട് കൂട്ടിയതാണ്. അപ്പോൾ 2 മാസം മുമ്പ് അവർ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഒരു സമയം കിട്ടുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നാണ് വന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് കോൽത്തേനീച്ചയാണ്. അപ്പം കോൽത്തേനീച്ചയാണെങ്കിലും നല്ലൊരു വലുപ്പത്തിൽ ഇവർ പണിതിട്ടുണ്ട്. ഇവിടെ അട പണിതിട്ടുണ്ട്. സാധാരണ കോൽത്തേനീച്ചകൾ ഈ ഒരളവിലൊക്കെ വളർന്നു വരുന്നത് അപൂർവമാണ്. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് പുക കൊടുത്തിട്ട്, പുക അടിക്കേണ്ട കേസില്ല, എന്നാലും നമുക്കിത് എളുപ്പത്തിൽ എടുക്കണമെങ്കിൽ ചെറിയ സ്മോക്ക് കൊടുത്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇതെടുത്ത് മാറ്റാനുള്ളൊരു വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൽത്തേനീച്ച അങ്ങനെ വലിയ രീതിയിലൊരു കുത്തുന്ന തേനീച്ചയല്ല. ഒറ്റ അടയിൽ മാത്രമേ അവർ കൂട് കൂട്ടാറുള്ളൂ. ഏതായാലും ഇതിൻ്റെ അട നല്ലൊരു വലിപ്പത്തിലുണ്ട്. ആ ഭിത്തിയിലാണ് ഈ തേനീച്ച പൊതിഞ്ഞിരിക്കുന്നത്. കാണുമ്പോൾ 1-2 അട ഇങ്ങനെ പണിതുപോലെ, നമ്മുടെ ഇന്ത്യൻ തേനീച്ച പണിതുപോലെ തോന്നും. പക്ഷേ അത് അട ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ തോന്നിയതാണ്. അപ്പോൾ ഈ ഭിത്തിയുടെ ഭാഗത്ത് ആ മുകളിൽ സൈഡിൽ കുറച്ച് അട പറ്റിയിരിപ്പുണ്ട്. അതിൽ കുറച്ച് തേനുണ്ട്, ബാക്കി സൈഡിലൊന്നും തേനില്ല. അപ്പോൾ അത് എടുത്താൽ കുറച്ച് അളവിൽ 100 ഗ്രാമോ തേൻ കിട്ടിയെങ്കിലേ ഉള്ളൂ. അത്രയും ഒരളവിലുള്ള തേൻ അതിലുണ്ട്. അപ്പോൾ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് ഇത് നേരത്തെ 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിപ്പം വേനലൊക്കെ ആയതുകൊണ്ട് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ കുറച്ച് തേനൊക്കെ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ തേനുണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ദിവസം ഗ്യാപ്പിട്ടത്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഒരു തേൻ ഇതിലുള്ളതായിട്ട് കാണുന്നില്ല. കാരണം ആ അടയുടെ ഏറ്റവും മുകളിൽ സൈഡിലുള്ള കുറച്ച് സൈഡിൽ, അത് ആ ഭിത്തിയിൽ കറക്റ്റ് പിടിപ്പിച്ച ഒരു അളവിലുള്ളതിൽ മാത്രമേ കുറച്ച് തേനുള്ളൂ. വലിയ കാര്യമായിട്ടൊന്നും തേൻ അതിൽ വന്നിട്ടില്ല. കാരണം ഈ പ്രദേശമൊക്കെ തേൻ സോഴ്സുകൾ വളരെ കുറഞ്ഞ ഒരു പ്രദേശമാണ്. വലിയ മരങ്ങളും ചെടികളും അങ്ങനെയൊക്കെ നന്നായിട്ട്, അത്തരം ചെടികളൊക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ മാത്രമേ കുറച്ചും കൂടെ അളവിൽ തേൻ കിട്ടാറുള്ളൂ. നമ്മുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ മാത്രമേ ഇങ്ങനെ നല്ലൊരളവിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഞാൻ കോൽത്തേനീച്ച, നമ്മൾക്കറിയാം തേനീച്ച 5 തരം തേനീച്ചകളാണ് ലോകത്ത് കാണപ്പെടുന്നത്. അതിലൊരു തേനീച്ചയാണ് ഈ കോൽത്തേനീച്ച എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പെരുന്തേനീച്ചയും കൂട് കൂടുന്നത്. പക്ഷേ അതിൻ്റെ അട വളരെ വലുതാണ്. തേനീച്ചയുടെ വലിപ്പം വളരെ വലുതാണ്. അതിൻ്റെ അതേ മാതൃക ഉള്ള ഒരു തേനീച്ചയാണ് ഈ കോൽത്തേനീച്ച. പക്ഷേ തേനീച്ചയുടെ വലിപ്പം വളരെ ചെറുതാണ്. അവർ പറയുന്ന അടയുടെ വലിപ്പവും വളരെ ചെറുതാണ്. ഇത് സാധാരണ കുറ്റിച്ചെടികളിലും ഈ ചെറിയ മരങ്ങളിലൊക്കെയാണ് ഇത് കൂട് കൂട്ടാറ്. ഇവിടെ ഇത് ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ ഈ സ്ഥലം തേനീച്ച കണ്ടതുകൊണ്ടാണ് അവർ ഇവിടെ കൂട് കൂട്ടിയത്. അവർക്ക് വളരെ സുഖകരമായിട്ട് മഴ നനയാത്ത രീതിയിൽ ഈ കൂട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു തോന്നൽ കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഭിത്തിയിലുള്ള ആ മെഴുകിൻ്റെ അംശങ്ങൾ മുഴുവൻ പരമാവധി കുത്തി അടർത്തി മാറ്റി കളഞ്ഞു. അങ്ങനെ കളഞ്ഞതുകൊണ്ട് ഇനി ഇവിടെ തേനീച്ച എന്തായാലും കൂട് കൂട്ടില്ല. ഇതെല്ലാം എടുത്ത് മാറ്റിയതുകൊണ്ട്, കാരണം ആളുകൾക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു ഭയം, തേനീച്ചനെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭയമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർക്കിനി പേടിക്കാതെ ഇതിലൂടെ നടക്കാനോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുമല്ലോ. അങ്ങനെ ഒരു കോൽത്തേനീച്ചനെ കൂടെ
നമ്മൾ വിജയകരമായി റിമൂവ് ചെയ്തിരിക്കുകയാണ്. തേനീച്ചകളുണ്ട് എയർ ഹോളിലൂടെ ഇഷ്ടംപോലെ ഇങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.